സമൃദ്ധിയുടെ നിറവിൽ ഓണാഘോഷത്തിലേക്ക് കടന്ന മലയാളികൾ ഗ്രാമ-നഗര വ്യത്യാസം ഇല്ലാതെ ഓണാഘോഷത്തിന്റെ ലഹരിയിലാണ്. ഓണദിനത്തിൽ പുലർച്ചെ മുതൽ ക്ഷേത്രങ്ങളിൽ വൻ തിരക്കാണ് അനുഭവപ്പെട്ടത്. എറണാകുളം തൃക്കാക്കര വാമനമൂർത്തി ക്ഷേത്രത്തിൽ വിപുലമായ ഓണാഘോഷ ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. സൈഫുനിസ അലിയാർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. തൃക്കാക്കര ക്ഷേത്രത്തിൽ സദ്യ വിളമ്പുന്നത് പുരോഗമിക്കുകയാണ്. ഇപ്പോൾ പുറത്തെ പന്തിയിലാണ് നമ്മളുള്ളത്. നൂറുകണക്കിന് പേരാണ് ഒരേ സമയം ഇവിടെ ഭക്ഷണം കഴിക്കുന്നത്. ഒരു ട്രിപ്പ് കഴിഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് അടുത്ത ആളുകളെ കയറ്റാനായി ഇവിടെ ക്യൂ വെച്ച് നിയന്ത്രിച്ചിരിക്കുകയാണ് ഗേറ്റിനപ്പുറത്ത്. അതിനുശേഷം കൃത്യമായി ഗേറ്റ് കടന്ന് ആളുകളെ അകത്തേക്ക് പ്രവേശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. രാവിലെ നമുക്കറിയാം തൃക്കാക്കര ക്ഷേത്രം എന്ന് പറയുന്നത് വാമനമൂർത്തി ക്ഷേത്രമാണ്. ഇവിടെ രാവിലെ മഹാബലി എഴുന്നള്ളിക്കുന്ന ചടങ്ങ് നടന്നു. വാമനൻ പോയി മഹാബലി എഴുന്നള്ളിക്കുന്ന ചടങ്ങ് നടന്ന് അതിനുശേഷം പ്രത്യേക പ്രാർത്ഥന ചടങ്ങുകളൊക്കെ നടത്തിയ ശേഷമാണ് സദ്യയുടെ ഉദ്ഘാടനം നടന്നത്. സദ്യ വിളമ്പൽ ഉദ്ഘാടനം ചെയ്തത് മന്ത്രിമാരായ റോജി എം ജയനും മന്ത്രി അബ്ദുൽ ഗഫൂറും അതുകൂടാതെ ഡെപ്യൂട്ടി സ്പീക്കർ ഷാനിമോൾ ഉസ്മാനൊക്കെയാണ്. അപ്പോൾ ഏതായാലും പല നാട്ടിൽ എവിടെ നിന്നാ വരുന്നേ? ഇരുമ്പനം. എല്ലാ തവണയും വരുന്നതാണോ തൃക്കാക്കര? ഫസ്റ്റ് വരാറുണ്ട്. ഫുഡ് കഴിക്കാൻ ഫസ്റ്റ് ടൈമാണ്. ഇങ്ങനെയുണ്ട് ഇവിടെ വന്നിട്ട് ഇതൊക്കെ കാണുമ്പോ എന്ത് തോന്നുന്നു? സന്തോഷം. നാട്ടിൽ ഇങ്ങനെ നടക്കുമ്പോൾ നമുക്ക് വളരെ സന്തോഷമുണ്ട്. ഒരുപാട് പേര് തിരുവോണത്തിന് എല്ലാവരും ഒത്തുകൂടല്ലേ? നമ്മുടെ മലയാളികളുടെ എല്ലാവരുടെ ആഘോഷമാണ്. അവരെല്ലാവരും വളരെ സന്തോഷം. അതാണ്. പല നാടുകളിൽ നിന്ന് വരുന്നവരാണ്, പല സ്ഥലങ്ങളിൽ നിന്ന്. സ്ഥിരമായി തൃക്കാക്കര അമ്പലത്തിലേക്ക് വരാത്തവരാണെങ്കിൽ പോലും തിരുവോണ ദിവസത്തിൽ വന്നൊന്ന് സദ്യ കഴിക്കും. എല്ലാ തവണയും വരാറുണ്ട് ഇവിടെ? ആദ്യമായിട്ടാണ്. ഇങ്ങനെയുണ്ട് ഇവിടെയൊക്കെ കണ്ടിട്ട്? കുഴപ്പമില്ല, ഭഗവാന്റെ അടുത്തല്ലേ വന്നേക്കണേ. ഒരുപാട് പേര് സദ്യ കഴിക്കാനുണ്ടല്ലേ? പോലെ ആളുണ്ട്, ജനങ്ങൾ കുറേ ക്യൂ നിൽക്കേണ്ടി വന്നാ? കുറച്ചേ. എവിടുന്നാ വരുന്നേ? പള്ളുരുത്തിന്ന്. പള്ളുരുത്തിന്നാ? പള്ളുരുത്തിയിൽ എവിടെയാ? അമ്പലവേലി അമ്പലത്തിന്റെ. അപ്പോ എല്ലാ തവണ വരാറുണ്ട് ഇവിടെ? ആദ്യമായിട്ടാണ്. വീട്ടിൽ വരുന്നവരുണ്ടല്ലേ? എന്താണ് മോന്റെ പേര്? റാം. 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 റാം ആദ്യമായിട്ടാണോ വരുന്നത്? ആണോ? സദ്യ ഇഷ്ടമാണോ? ഹാപ്പി ഓണം. ഇത്രയും ആളുകളുണ്ട് എന്ന് വെച്ചിട്ട് സദ്യയിൽ ഒരു കുറവൊന്നും ഈ തൃക്കാക്കര ക്ഷേത്രം കമ്മിറ്റി ഒന്നും നടത്തിയിട്ടില്ല. 2 കൂട്ടം പായസമൊക്കെ ആയിട്ടുള്ളതാണ്. നമുക്ക് കാണാം, പാലടയുണ്ട്, ഒപ്പം തന്നെ ഗോതമ്പ് പായസമുണ്ട്, അതൊക്കെയുണ്ട്. കൃത്യമായി ഓരോരുത്തർക്കും ഭക്ഷണം കഴിയുമ്പോൾ പായസം വിളമ്പും. പായസം കഴിച്ച് ഇറങ്ങുമ്പോൾ അത് അടുത്ത ട്രിപ്പ് ആളുകളെ കയറ്റും. അപ്പോൾ തന്നെ ക്ലീനിങ്ങിനും ഈ അടുത്ത ആളുകളെ കയറ്റാനൊക്കെ ആയിട്ട് ഒരുപാട് പേരാണ് അവിടെ കമ്മിറ്റി അംഗങ്ങളായിട്ടൊക്കെ ഉള്ളത്. പേരെന്താണ്? ബഷീർ. ഇവിടെ അടുത്ത് തന്നെയാണോ? ഞാൻ ഒരു 500 മീറ്റർ അപ്പുറം. ഇവിടെ തൃക്കാക്കര അമ്പലത്തിൽ എപ്പോഴും സദ്യ വിളമ്പാൻ വരുന്നതാണോ? പിന്നെ ഞാൻ എല്ലാ വർഷം തന്നെയാണ്. തൊട്ടടുത്ത് എന്തോ മാവേലിയുടെ നാടല്ലേ? മഹാബലിയുടെ നാടാണ്. അപ്പൊ അതുകൊണ്ട് അദ്ദേഹം തൃക്കാക്കര അമ്പലത്തിൽ എല്ലാ തവണയും സദ്യ വിളമ്പാനായിട്ട് വരുന്നതാണ്. അദ്ദേഹമൊക്കെയാണ് ഇവിടെ ഊണ് വിളമ്പുന്നത്. അപ്പൊ തന്നെ എത്രത്തോളം നമുക്ക് മതേതരത്വമാണ് ഇവിടെ നിൽക്കുന്നത് നമുക്ക് ഈ വാക്കുകളിൽ നിന്ന് തന്നെ മനസ്സിലാവുമല്ലോ. അപ്പോൾ അങ്ങനെ എല്ലാ ഒരു പ്രത്യേക മതവിഭാഗമൊന്നുമല്ല, എല്ലാത്തരം ആളുകളും എല്ലാവിധ മതവിഭാഗത്തിൽ നിന്നുള്ള ആളുകളുണ്ട്. എല്ലാവരും ജാതി മതഭേദമന്യേ ആഘോഷിക്കുന്ന ഒരു കാര്യമാണ് ഈ ഓണം, തിരുവോണം. ആ തിരുവോണം തൃക്കാക്കര അമ്പലത്തിൽ മഹാബലിയുടെ നാട്ടിൽ തൃക്കാക്കര ക്ഷേത്രത്തിൽ വെച്ച് കൂടാൻ കഴിയുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ സന്തോഷമുള്ള കാര്യം. അമ്മ എവിടുന്ന വരുന്നത്? ഞാൻ ഇവിടെ കാക്കനാണ്. എല്ലാ തവണയും വരാറുണ്ടോ? ഒരു തവണ മുടങ്ങാറില്ല? ഇല്ല. ഇനിയും ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ക്യൂ ഒക്കെ ഇങ്ങനെ തുടരുകയാണ്. ഒരുപാട് പേര് ക്യൂവിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ വൈകിട്ട് വരെ ഈ സദ്യ വിളമ്പുന്നതൊക്കെ തുടരുകയും ചെയ്യും. എന്തായാലും ആളുകളെ ഒന്നും മുഷിപ്പിക്കാതെ പെട്ടെന്ന് സദ്യ കഴിച്ച് എല്ലാവരും ഇവിടെ നിന്ന് മടങ്ങുകയും ചെയ്യും.